ലോകത്ത് ഒരു അമേരിക്കൻ പ്രസിഡന്റും ഇത്രത്തോളം പരിഹാസ്യനായിട്ട് മാറിയിട്ടില്ല എന്ന് തോന്നുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ പോലും പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ട് ഓന്തിനേക്കാൾ വേഗത്തിൽ നിറം മാറുന്ന മനുഷ്യൻ എന്ന റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയതിന് വേണം കൊടുക്കാൻ. സമാധാനത്തിനൊന്നുമല്ല. ഓന്തിനേക്കാൾ വേഗത്തിൽ നിറം മാറുന്ന ഒരു ജീവിയെ ട്രംപ് കണ്ടെത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ അത്തരം ഒരു കഴിവ് സ്വന്തം ശരീരത്തിൽ അദ്ദേഹം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഓന്ത് പോലും നാണിച്ചു പോകും ട്രംപിന്റെ ഈ നിലപാട് മാറ്റം കാണുമ്പോൾ. ഏതാണ്ട് 2 ദിവസം മുമ്പ് അമേരിക്കൻ B-2 ബോംബർ വിമാനങ്ങൾ ഇറാനിൽ ആക്രമണം നടത്തിയതിനു ശേഷം ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: എന്തുകൊണ്ട് നമുക്ക് ഇറാനിൽ ഒരു റെജീം ചേഞ്ചിനെ കുറിച്ച് ആലോചിച്ചുകൂടാ എന്നാണ്. ട്രംപിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റുകളും നമ്മൾ എടുത്തു നോക്കിയാൽ ഇത് വ്യക്തമാണ്. BBC അടക്കമുള്ള മാധ്യമങ്ങളും ട്രംപിന്റെ ഈ അഭിലാഷത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനിൽ ഭരണകൂടത്തെ മാറ്റിക്കൊണ്ട് പഴയ നമ്മുടെ ഷായുടെ മകനെ പുതിയ രാജാവായി വാഴിക്കുക എന്നതൊക്കെയായിരുന്നു ശരിക്കും ട്രംപ് ആഗ്രഹിച്ചത്. ട്രംപിനും ഇസ്രായേലിനും ചിലപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാണാം. പക്ഷെ നമ്മൾ ഇറാന്റെ മാപ്പ് എടുത്ത് നോക്കണം. എന്തു വലിയൊരു രാജ്യമാണെന്നറിയാമോ? അത്യാവശ്യം വലിയ ഒരു രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 17ാമത്തെ സ്ഥാനത്താണ് ഇറാൻ. 7ാം സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയാണ്. അത് കഴിഞ്ഞ് 13ാം സ്ഥാനത്ത് സൗദി അറേബ്യയാണ്. 15ാം സ്ഥാനത്ത് ഇന്തോനേഷ്യയുണ്ട്. 17ാം സ്ഥാനത്താണ് ഇറാൻ. എന്ന് വെച്ചാൽ അത്യാവശ്യം വലുതാണ്. പാകിസ്ഥാനേക്കാളൊക്കെ വളരെ വലുതാണ് ഇറാൻ എന്ന് കാണാൻ കഴിയും. ഏറ്റവും വലിപ്പമുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെ പട്ടികയിൽ 6ാം സ്ഥാനത്താണ് ഇറാൻ. അൾജീരിയ, കസാക്കിസ്ഥാൻ, സുഡാൻ, സൗദി അറേബ്യ, ഇന്തോനേഷ്യ, ഇറാൻ, ഇങ്ങനെയാണ് പട്ടിക. അപ്പോൾ അത്യാവശ്യം വലിയ രാജ്യമാണ്, പോപ്പുലേഷൻ ഉണ്ട്. സോ അങ്ങനത്തെ ഒരു രാജ്യത്തിലൊക്കെ റെജീം ചേഞ്ച് കൊണ്ടുവരാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിട്ട് ആർക്കാണ് പറയാൻ പറ്റുക? അപ്പോൾ ഒട്ടും ആലോചനയില്ലാതെയുള്ള എടുത്തുചാട്ടങ്ങളും വായിൽ തോന്നിയത് വിളിച്ചു പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമീപനമാണ് ട്രംപ് സത്യത്തിൽ സ്വീകരിച്ചത്. ഇപ്പോൾ അതേ ട്രംപ് തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റി പറയുന്നു എന്നുള്ളതാണ്. ട്രംപിന് ഇപ്പോൾ റെജീം ചേഞ്ച് വേണ്ട എന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. അതായത് ഇറാനിൽ ഭരണകൂട മാറ്റം ആഗ്രഹിക്കുന്നില്ല എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അത് കലാപത്തിന് ഇടയാകുമെന്നും അത് കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. നാറ്റോ ഉച്ചകോടിയിൽ നെതർലാൻഡ്സിലെ ഹേഗിലേക്കുള്ള യാത്രക്കിടയിൽ എയർഫോഴ്സ് 1 വിമാനത്തിൽ വാർത്താ ലേഖകരോട് സംസാരിക്കുമ്പോഴാണ് ട്രംപ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അല്ല, ഈ മനുഷ്യന് 2 ദിവസം മുമ്പ് വരെ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നോ? അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾ ആക്രമണം നടത്തിയപ്പോൾ ട്രംപിന്റെ പ്രതികരണം റെജീം ചേഞ്ച് കൊണ്ടുവരുന്നതിനെ കുറിച്ച് തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹം 2 ദിവസത്തിനുള്ളിൽ പിന്നെ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? ഇറാൻ അവരുടെ മിലിറ്ററി ബേസിനെ ആക്രമിച്ചതാണോ? അതോ അമേരിക്കയുടെ B-2 ബോംബർ വിമാനം കണ്ട് ഇറാൻ ഭയന്നു പോകുമെന്ന് വിചാരിച്ചോ? ഇറാൻ പോട്ടെ, ഹൂതികൾ ഭയക്കുന്നില്ല, ഹിസ്ബുള്ള ഭയക്കുന്നില്ല, ഹമാസ് ഭയക്കുന്നില്ല. അതായത് ഒരു കൂട്ടം ആളുകൾ ജീവിതം പ്രശ്നമല്ല എന്നും പറഞ്ഞിട്ട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്ത് വലിയ സാധനം എടുത്ത് കാണിച്ചാലും അവർ പേടിക്കാനൊന്നും പോകുന്നില്ല. ഒന്നുകിൽ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ആലോചിച്ചുറപ്പിച്ചിറങ്ങുക. ശത്രുവിനെ പരാജയപ്പെടുത്താൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വീരവാദം പറയുക. അല്ലെങ്കിൽ ചെയ്ത് കാണിക്കുക, പറച്ചിൽ നിർത്തുക. ഇവിടെ ട്രംപ് വായി തോന്നിയതൊക്കെ അങ്ങ് പറഞ്ഞ ആളാകാൻ ശ്രമിച്ചു. പക്ഷെ പ്രവൃത്തിയിലൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്യാൻ ഭയമുണ്ടെങ്കിൽ എന്തിനാണ് വലിയ വായിൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് വലിയ ആള് കളിക്കാൻ പോകുന്നത്, വലിയ പോലീസ് കളിക്കാൻ പോകുന്നത്? അതിന് പോകാതിരുന്നാൽ പോരെ? പഴയ ആ ഒരു പവറൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് ആളുകൾ വിചാരിക്കും. ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ട്രംപ് വന്നിരുന്ന് പറയാണ്, ഞാൻ ആഗ്രഹിക്കുന്നില്ല, അവിടെ കലാപമൊന്നും ഉണ്ടാവുന്ന കാണാനുള്ള ശേഷി എനിക്കില്ല. അതായത് ഇത് കാണുന്ന ആർക്കും മനസ്സിലാവും സംഗതി നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം നിലപാട് മാറ്റുന്നതാണ്. ഇത് സത്യത്തിൽ അമേരിക്കയ്ക്ക് നാണക്കേടല്ലേ? അമേരിക്ക ഒരു ഗ്രേറ്റ് പവറാണ്, ഒരു മേജർ പവറാണെന്നൊക്കെ ലോകം പറയുമ്പോൾ ശരിക്കും ഇറാനോട് പരാജയപ്പെടുകയാണ്. ഇവിടെ യുദ്ധം തുടങ്ങിയത് ഇറാനല്ല, തുടങ്ങിയത് അമേരിക്കയാണ്. യുദ്ധം നിർത്തുന്നതും അമേരിക്കയാണ്. അതേസമയത്ത് ഇറാൻ ആവശ്യപ്പെട്ടില്ല, വെടിനിർത്തൽ വേണം. ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയോട് വന്ന് വെടിനിർത്തൽ വേണമെന്ന് പറഞ്ഞു. സൗദിയുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു, US-ന്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ്, നിങ്ങളൊന്ന് ഇന്ത്യയോട് പറയോ, ഞങ്ങൾ തയ്യാറാണ്, നമ്മൾ നിർത്തി അവർ നിർത്തോ ഒന്ന് ചോദിക്കോ എന്ന് പറഞ്ഞിട്ട് ഇവരാണ് വെടിനിർത്തലിന് വേണ്ടി ഇങ്ങോട്ട് വന്നത്. അവിടെ കാര്യം വ്യക്തമാണ്. അവർ പരാജയം ഭയന്നു, അവർ കൂടുതൽ നാശനഷ്ടം ഉണ്ടാവുമെന്ന് ഭയന്നു. ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യാൻ തൽക്കാലം തങ്ങൾക്ക് ശേഷിയില്ല എന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ പിന്നെ വെടിനിർത്തലാകാമെന്ന് പാകിസ്ഥാൻ വിചാരിച്ചു. അതാണ് അവിടെ നടന്നത്. എന്നാൽ ഇവിടെ വെടിനിർത്തൽ അങ്ങോട്ട് പറയുന്നത് ട്രംപാണ്. ഇവൻ ഇസ്രയേലും സമ്മതിച്ചിട്ടില്ല. പക്ഷെ ട്രംപ് ചാടിക്കയറി വെടിനിർത്തൽ എന്ന് പറയാണ്. കാരണം എന്താണ്? ഇറാന്റെ ആക്രമണം അമേരിക്കയുടെ ബേസുകൾക്ക് നേരെ വന്നപ്പോൾ ട്രംപിന് പെട്ടെന്ന് ഭയം തോന്നിയോ? എനിക്കറിയില്ല. ഇപ്പൊ അദ്ദേഹം പറയാണ് റെജീം ചേഞ്ച് ഒന്നും വേണ്ട എന്ന്. അല്ല, നമ്മളെ കൊണ്ട് ഈ പണി പറ്റില്ലെങ്കിൽ ചെയ്യരുത്. അമേരിക്ക ഇന്ത്യയെക്കാളൊക്കെ വളരെ പവർഫുൾ ആണ്. ഒരുപാട് ആയുധങ്ങളുണ്ട്, സൈനിക ശേഷിയുണ്ട്, മോഡേൺ ടെക്നോളജിയാണ്. ഇന്ത്യയെക്കാളും ചൈനയെക്കാളും റഷ്യയെക്കാളും ഒക്കെ വളരെ പവർഫുൾ ആണ്.
പക്ഷെ എന്നിട്ടും പലയിടത്തും പോയി തോൽക്കാനാണെന്ന് അമേരിക്കയുടെ വിധി. ഒരുപക്ഷെ അവർ ചെയ്തു കൂട്ടിയ വലിയ ക്രൂരമായ കൃത്യങ്ങളുടെയൊക്കെ ഒരു തിരിച്ചടി ആയിരിക്കാം. ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ 20 വർഷം അവിടെ കടന്നു. വലിയ പവറാണെന്നേ, സൂപ്പർ പവറാണ് US. പക്ഷെ അവർക്ക് അവിടെ തോൽക്കാനായിരുന്നു വിധി. വിയറ്റ്നാമിൽ പോയി എത്രയോ കാലം യുദ്ധം ചെയ്തു, പരാജയപ്പെടാനായിരുന്നു വിധി. കൊറിയയിൽ പോയി എത്രയോ കാലം യുദ്ധം ചെയ്തു, അവിടെയും പരാജയപ്പെടാനായിരുന്നു വിധി. US വിജയിച്ചു എന്ന് പറയുന്ന ഇറാഖ് യുദ്ധം പോലും മറ്റൊരർത്ഥത്തിൽ ചിന്തിച്ചാൽ അമേരിക്ക പരാജയപ്പെടുകയാണ് ഉണ്ടായത്. സൊമാലിയയിൽ പൂർണ്ണമായ വിജയം നേടാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കംബോഡിയയിൽ പൂർണ്ണമായ വിജയം സാധ്യമായിട്ടില്ല. ഒരു യുദ്ധത്തിൽ നമുക്കൊരു ഗോൾ ഉണ്ടാവും, സ്ട്രാറ്റജിക് ഗോൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരു യുദ്ധം തുടങ്ങുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ്, ആ ഉദ്ദേശം വിജയിച്ചോ എന്നതാണ് ഏതൊരു യുദ്ധവും കഴിയുമ്പോൾ നമ്മൾ അവസാനം വിലയിരുത്തുന്ന ഒരു കാര്യം. ഇവിടെ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തന്നെ ഞാൻ വീണ്ടും ഉദാഹരണമായിട്ട് എടുക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ഉദ്ദേശം പാകിസ്ഥാനിലെ ഭീകരവാദ ക്യാമ്പുകൾ തകർക്കുക എന്നതായിരുന്നു. നമ്മൾ കൃത്യമായിട്ടും അവരുടെ ട്രെയിനിങ് ക്യാമ്പുകൾ, അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളടക്കം അടിച്ചു തകർത്തു. നമ്മുടെ മിഷൻ വിജയിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ആദ്യ ദിവസം തന്നെ വിജയിച്ചു. നമ്മളെ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് പാകിസ്ഥാൻ നമ്മളെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നപ്പോഴും അവിടെയും നമുക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റി. പാകിസ്ഥാനെ നമുക്ക് സ്തംഭിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പൊ ആ നിലയ്ക്ക് ആ യുദ്ധത്തിൽ നമ്മുടെ വിജയം ഇനി പാകിസ്ഥാൻ അനുവദിച്ച് സമ്മതിച്ച് തന്നില്ലെങ്കിലും ലോകത്തിന് മുഴുവൻ അറിയാം. അതാണ് അവിടെ നമ്മൾ കണ്ടത്. എന്നാൽ ഇവിടെ US-ഉം ഇസ്രയേലും തുടങ്ങിയ യുദ്ധം എന്ന് പറയുന്നത് ഇറാന്റെ ആണവ ഫെസിലിറ്റീസ് പൂർണ്ണമായും തകർക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്, റെജീം ചേഞ്ച് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് രണ്ടിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ കുറെ ആളുകളെ കൊന്നു, കുറെ ബോംബിങ് നടത്തി, കുറെ കേന്ദ്രങ്ങൾ തകർത്തു, കുറെ വിമാനങ്ങൾ തകർത്തു, ഇതെല്ലാം സംഭവിച്ചു. പക്ഷെ ആ യുദ്ധം എന്തിനാണോ തുടങ്ങിയത്, ആ തുടങ്ങിയ കാര്യം നേടുന്നതിൽ ഇവിടെ പരാജയപ്പെടുകയാണ് ഉണ്ടായത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അമേരിക്ക ആണെങ്കിലും ഈവൻ ഇസ്രയേൽ ആണെങ്കിലും പൂർണ്ണമായിട്ടും ഇറാന്റെ ആണവ ഫെസിലിറ്റീസ് തകർക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ലിബിയ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അമേരിക്ക യുദ്ധത്തിൽ ഇടപെട്ടു. ഗദ്ദാഫിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക സപ്പോർട്ട് ചെയ്തു. പക്ഷെ അതിനുശേഷവും ഭയങ്കരമായ നഷ്ടങ്ങളാണ് ഉണ്ടായത്. സിവിൽ വാർ തടയാൻ കഴിഞ്ഞില്ല, എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളുടെ വളർച്ച തടയാൻ കഴിഞ്ഞില്ല. ആ നിലയ്ക്ക് അവരുടെ യുദ്ധം ഒരു പരാജയമായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഇറാഖിൽ നോക്കിയാൽ, ഇറാഖിലും യുദ്ധത്തിൽ ഒരുപാട് കാലം വലിയ നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടായി. എക്കണോമിക്കലി ഉണ്ടായി, മിലിറ്ററി പരമായിട്ടുണ്ടായി. സദാം ഹുസൈനെ അവർക്ക് അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു. പക്ഷേ IS എന്ന് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പിന്റെ വളർച്ചയും അവരുണ്ടാക്കിയ വലിയ ഭീകരമായ ഒരു സാഹചര്യത്തെയും തടയാൻ അമേരിക്ക പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവിടെ അമേരിക്കയുടെ ആത്യന്തികമായ ഒരു വിജയമാണ് ആ യുദ്ധമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ നിലയ്ക്ക് നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു വലിയ പവർ ആയിരുന്നിട്ടും ആ പവർ ബുദ്ധിപൂർവം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം അനാവശ്യമായ എടുത്തുചാട്ടത്തിന്റെ പേരിൽ ഒരുപാട് പരാജയങ്ങൾ നേരിടാനാണ് US-ന് ഇപ്പോഴും കഴിയുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന ഒരു യുദ്ധം US നടത്തിയിട്ടുമില്ല. അങ്ങനെ ഒരു യുദ്ധത്തിൽ അവർ ജയിച്ചിട്ടുമില്ല. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യയും ചൈനയും ഒക്കെ യുദ്ധങ്ങളിൽ ജയിച്ചിട്ടുണ്ട്. ചൈന ഇന്ത്യക്കെതിരെ ജയിച്ചു 62-ല്. അതൊരു വലിയ വിജയമാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ ഒരുപാട് പ്രദേശങ്ങൾ അവർ പിടിച്ചെടുത്തു. എന്നാൽ 67-ല് ഇന്ത്യയുമായിട്ട് യുദ്ധമുണ്ടായി. ആദ്യത്തെ ഒരു ഏതാനും ദിവസങ്ങളിൽ തന്നെ ചൈന പരാജയം മണത്തു. ചൈനയ്ക്ക് തിരിച്ചടി വന്നു. പരാജയം മണത്തപ്പോൾ ചൈന എന്ത് ചെയ്തു, പിന്തിരിഞ്ഞു. അപ്പൊ ആ യുദ്ധത്തിൽ ഇന്ത്യയുടെ ഒരു വിജയം സംഭവിച്ചു. പക്ഷെ വളരെ ചുരുങ്ങിയ ദിവസം നീണ്ടുനിന്ന യുദ്ധമായതുകൊണ്ടും ഇന്ത്യ ചൈനയെ പ്രൊവോക്ക് ചെയ്ത് കൂടുതൽ യുദ്ധങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും ഒരു വിക്ടറി പരേഡ് നടത്തുകയോ ആ ഒരു വിജയത്തെ നമ്മൾ ഭയങ്കരമായി കൊണ്ടാടുകയോ ചെയ്തിട്ടില്ല. ഒരു സമാധാനം ഉണ്ടാകട്ടെ എന്ന് കരുതി. സത്യത്തിൽ 67-ലെ യുദ്ധത്തിൽ 62-ന് നമ്മൾ കണക്ക് തീർത്തതാണ്. കുറെ സ്ഥലങ്ങൾ നമുക്ക് അപ്പോഴും പിടിച്ചെടുക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ 62-ൽ നഷ്ടപ്പെട്ട. പക്ഷെ തിരിച്ചടി നമ്മൾ കൊടുത്തിരുന്നു ചൈനയ്ക്ക്. അതുപോലെ അതിനുശേഷം 71-ലെ യുദ്ധം എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും കൂടുതൽ പട്ടാളക്കാരെ തടവുകാരായി പിടിച്ച ഒരു യുദ്ധമാണ്. അതുപോലൊരു യുദ്ധം പിന്നീട് കണ്ടിട്ടില്ല. ആ സമയത്ത് വലിയൊരു യുദ്ധമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആ സമയത്ത് നടന്നത്. ഇന്ത്യയേക്കാൾ അന്നും ഇന്നും ഒരുപാട് പവർഫുൾ ആണ് US. പക്ഷെ യുദ്ധങ്ങളിൽ ജയിക്കാൻ കഴിയാത്ത ഒരു ശാപം US-നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ അമേരിക്ക B2 ബോംബർ വരെ എടുത്ത് ഉപയോഗിച്ചു. ഇറാന് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു ആയുധമാണ് B2 ബോംബർ. ഇറാൻ തലകുത്തി നിന്ന അതുപോലെ ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് അവർക്ക് നിർമ്മിക്കാൻ കഴിയുമോ എന്ന് സംശയമാണ്. പക്ഷേ എന്നിട്ടും അമേരിക്ക ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടും അവർക്ക് ആവശ്യമുള്ള ഒരു വിജയം അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയാണ് റെജീം ചേഞ്ച് താൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. അതിന്റെ അർത്ഥം അദ്ദേഹം പരാജയപ്പെട്ടു എന്നല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.